अस्सलाम वालेकुम रहमतुल्लाहि व बरकातुहू। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഇന്ന് നിങ്ങൾ ജൽസ സാലാന ജർമ്മനിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ ഇരിപ്പുണ്ട്. ഓരോ അഹമ്മദി സ്ത്രീക്കും ഒരു ലക്ഷ്യമുണ്ട്, അതുണ്ടാകേണ്ടതുമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഓരോ പുരുഷനും പ്രതിജ്ഞ ചെയ്യാറുണ്ട്. അവർ ദീനിനെ ദുനിയാവിൽ മുഖ്യത്വം നൽകുമെന്ന്. MTA-കാരോട് ചോദിക്കുക, ശബ്ദം ശരിയായ നിലയിൽ പോകുന്നുണ്ടോ? ദീനിനെ ദുനിയാവിനേക്കാൾ പ്രാമുഖ്യം നൽകുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കുക എന്നതാണ്. സമാനമായ നിലയിൽ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ദീൻ, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതും കൂടിയാണ്. അതിനായിക്കൊണ്ട് ദീനിനെക്കുറിച്ച് അറിവ് സമ്പാദിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദീനിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യേണ്ടതാണ്. ഏത് സമൂഹമായിരുന്നാലും സമൂഹത്തിൻ്റെ പുരോഗതി എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തം അത് കൂടുതലും ആ സമൂഹത്തിലെ സ്ത്രീകളിൽ തന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സ്ത്രീകളുടെ അംഗസംഖ്യ പുരുഷന്മാരെക്കാളും പൊതുവിൽ അധികമായിരിക്കും. അക്കാരണത്താൽ അവരുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. സ്ത്രീകളുടെ നിലവാരം ഉന്നതമാവുകയാണെങ്കിൽ തീർച്ചയായും വരാനുള്ള തലമുറ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നല്ല സന്മാർഗത്തിൽ ചരിക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ തങ്ങളുടെ സമൂഹത്തിൻ്റെ അറിവ് സമ്പാദിക്കുകയും അത് പ്രവർത്തിക്കുകയും കുറയ്ക്കണം. ഇതേ കാര്യം തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ദീനീപരമായ അധ്യാപനം കരസ്ഥമാക്കുകയും അതനുഷ്ഠിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വരാനുള്ള തലമുറയും ദീനിൽ നിൽക്കുന്നതാണ്. അവർക്ക് ദീനിനെക്കുറിച്ചുള്ള താല്പര്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സവിശേഷമായൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധ വേണ്ടതാണ്, പക്ഷേ ആ ശ്രദ്ധ വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല. ഞാൻ പുരുഷന്മാരെയും ഓർമ്മപ്പെടുത്താറുണ്ട്. സ്ത്രീകളോടുള്ള കടമകൾ നിറവേറ്റുക, അവർക്ക് ദീൻ പഠിപ്പിക്കുക. അതേപോലെ സ്ത്രീകൾക്ക് ഞാൻ പഠിപ്പിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ദീൻ പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ വരാനുള്ള തലമുറയെ നിങ്ങൾ സംരക്ഷിക്കുക എന്നും. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഇസ്ലാം ഒരു ചെറിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് എന്ന കോംപ്ലക്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. മറിച്ച് ഇസ്ലാം നിങ്ങൾക്ക് വലിയ അന്തസ്സാണ് നൽകിയിട്ടുള്ളത്. ഉമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് വലിയ ഉന്നതമായ സ്ഥാനമുണ്ട്. സഹോദരി എന്ന നിലയിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഭാര്യ എന്ന നിലയിൽ വലിയൊരു സ്ഥാനമുണ്ട്.
സമാനമായ നിലയിൽ പുരുഷന്മാർക്ക് അല്ലാഹു തആല പൊതുവായിക്കൊണ്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത് വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഈ സ്ത്രീകളുടെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അംഗീകരിക്കുക, അനാവശ്യമായിക്കൊണ്ട് അവരോട് നല്ല നിലയിൽ പെരുമാറുക. ഈ സ്ത്രീകൾ തന്നെയാണ് അക്കാരണം കൊണ്ട് അവരിലൂടെയാണ് നിങ്ങളുടെ തലമുറ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ചില ആളുകൾ മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങളിൽ അവർ അതിക്രമം പ്രവർത്തിച്ചാൽ തന്നെ അത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കുന്നു. അവരതിനെ ന്യായീകരിക്കുന്നത് ഇപ്രകാരമാണ്: സ്ത്രീകൾക്ക് ഇന്ന തെറ്റ് സ്ത്രീ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പാപികളാവുകയും ചെയ്യുന്നു. അനാവശ്യമായിക്കൊണ്ട് കാരണങ്ങൾ ഉണ്ടാക്കി സ്ത്രീകളെ ആക്ഷേപിക്കരുത്. അല്ലാഹു തആല ഇതുവരെ പറഞ്ഞിരിക്കുന്നുവെന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ശരിയായിട്ടുള്ളവരും ചില കാര്യങ്ങളിൽ സ്ത്രീകളെ നിങ്ങൾ വളരെ മോശമായി കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് ശിക്ഷ നൽകുവാനും അവരിൽ നിന്ന് വേർപെട്ട് കഴിയാനും നിങ്ങൾ പരിശ്രമിക്കുന്നു. എന്നാൽ അല്ലാഹു തആല അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടി ഒരുപക്ഷെ അത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നേക്കാം. അല്ലാഹു തആല അതിൽ നന്മ വയ്ക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്ത്രീകളുടെ വികാരം കൊണ്ട് കളിക്കാതിരിക്കുക. അതേപോലെ തന്നെ അവർക്ക് പ്രയാസങ്ങളും കൊടുക്കാതിരിക്കുക. ഏതൊരു കാര്യത്തെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത്, ഒരുപക്ഷെ അല്ലാഹു തആല അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സ്ത്രീകളിൽ എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് കാര്യം വിട്ടുകൊടുക്കുക, അവനോട് ദുആ ചെയ്യുക. അഥവാ സ്ത്രീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവേ നീ അവൾക്ക് ഇസ്ലാഹ് നൽകണമെന്ന് ദുആ ചെയ്യുക. അല്ലാഹു തആല വളരെ വ്യക്തമായ നിലയിൽ പുരുഷന്മാർക്ക് ഈ സ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മാത്രം വികാരമല്ല, മറിച്ച് സ്ത്രീകൾക്കും വികാരങ്ങളുണ്ട്. ആ വികാരത്തെ മാനിക്കേണ്ടതാണ്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അഥവാ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെപ്പോലെ വികാരങ്ങളുള്ള ഭാര്യമാരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ആയതിനാൽ പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്ന കൽപ്പന അനാവശ്യമായ കാര്യത്തിൽ, ചെറിയ ചെറിയ കാര്യത്തിൽ സ്ത്രീകളോട് മോശമായി സംസാരിക്കാതിരിക്കുക, അവരോട് മോശമായി പെരുമാറാതിരിക്കുക. അവരും മനുഷ്യരാണ്. നിങ്ങളെപ്പോലെ തന്നെ അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകും. അവരിലൂടെയാണ് നിങ്ങളുടെ തലമുറ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അനാവശ്യമായി കൊണ്ട് നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലമുറ തന്നെ നിങ്ങൾക്കെതിരായി തീരാനും സാധ്യതയുണ്ട്. മിക്കവാറും അങ്ങനെ സംഭവിക്കാറുമുണ്ട്. എൻ്റെ മുമ്പിൽ പല സംഭവങ്ങളും അത്തരത്തിലുള്ളത് വരാറുണ്ട്. പുരുഷന്മാരുടെ അതിക്രമങ്ങൾ കാരണം സ്ത്രീകൾ അനുസരണയുള്ളവളും വിനയമുള്ളവരുമായിരുന്നിട്ട് കൂടി പുരുഷൻ തൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രകടനത്തിനായിക്കൊണ്ട് അവൻ അല്പം അധികരിച്ചു പോകുന്നു. ഇത് കുട്ടികളിൽ വലിയ തെറ്റായ സ്വാധീനമുണ്ടാക്കുന്നു. സ്ത്രീകളിൽ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന കാരണത്താൽ സന്താനങ്ങൾ തൻ്റെ പിതാക്കൾക്ക് എതിരായിത്തീരുന്നു. പിന്നീട് അത്തരം പിതാക്കന്മാർ പരാതിപ്പെടുന്നു, ഈ സ്ത്രീകളെ സഹായിക്കുന്നത് എന്തിനാണ്, അവരെ ന്യായീകരിക്കുന്നത് എന്താണ് എന്ന്. എന്നാൽ ആദ്യത്തെ സ്റ്റെപ്പ് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പുരുഷൻ്റെ ജോലി എന്നുള്ളത് സ്നേഹത്തോടെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിന് ഇസ്ലാഹ് വരുത്തുക. നമ്മൾ ഒന്നിച്ച് വരും തലമുറയെ പരിപാലിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നു, സ്ത്രീകളുടെ വികാരങ്ങളെ നിങ്ങൾ മാനിക്കുക, അനാവശ്യമായി അവരിൽ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കരുത് എന്ന്. അങ്ങനെ പുരുഷന്മാർ മാത്രമല്ല കുറ്റവാളികൾ, പലപ്പോൾ ചില സ്ത്രീകളും അത്തരക്കാരായിട്ടുണ്ട്.
അവരനാവശ്യമായിക്കൊണ്ട് പരാതികൾ പറയാൻ തുടങ്ങുന്നു. അവരുടെ അവകാശത്തിൻ്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളുടെയും വികാരങ്ങളുടെയും പേര് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. ചിലപ്പോൾ പുരുഷൻ തെറ്റുകാരനാണെങ്കിൽ കൂടി ചിലപ്പോൾ സ്ത്രീകളും തെറ്റുകാരാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പുരുഷന്മാരോടും സ്ത്രീകളോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേർക്കും വികാരങ്ങളുണ്ട്. അത് അള്ളാഹു വച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള സ്ത്രീകൾ അനാവശ്യമായി ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീടുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അവർ മനസ്സിലാക്കേണ്ടത് തഖ്വ എന്താണ്, അഥവാ അവർ ദീനിന് പ്രാധാന്യം നൽകുന്ന കാര്യത്തിൽ മുഖ്യത്വം കൊടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവുകയില്ല. അതേപോലെ തന്നെ പുരുഷൻ ദീനിന് പ്രാധാന്യം നൽകുന്നവനാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയില്ല. വീട്ടിൽ ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നു, പുരുഷനും സ്ത്രീയും മറ്റൊരാളുടെ വസ്ത്രമാണ്. അതായത് ഒരാൾ മറ്റൊരാളുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാണ്. അത് സ്ത്രീക്കും പുരുഷനുമുള്ള കൽപ്പനയാണ്. ഈ രഹസ്യമായിട്ടിരിക്കേണ്ടതാണ്. എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ അനാവശ്യമായ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ അതിനെ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യത്തെ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പുരുഷൻ സ്ത്രീകളും തമ്മിലുള്ള നല്ല ബന്ധം കാരണത്താൽ സമൂഹത്തിൽ അവർക്കൊരു അന്തസ്സുണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരാൾ മറ്റൊരാളുടെ വസ്ത്രമാകുന്നു. ഒരാൾ മറ്റൊരാളുടെ അന്തസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പരസ്പരം ആദരിക്കുന്നു. അതേപോലെ തൻ്റെ മക്കൾക്കും ഒരു മാതൃകയായിത്തീരുന്നു. അങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഒരു ഉദാഹരണം ആയിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് പുരുഷൻ്റെ മേൽ വിരൽ ചൂണ്ടുവാനോ തിരിച്ച് വിരൽ ചൂണ്ടുവാനോ ഉള്ള സാധ്യത ഉണ്ടാവുകയില്ല. അത്തരമൊരു സാഹചര്യമാണെങ്കിൽ ഇവിടെ പുരുഷനും ഭർത്താവും ഭാര്യയും രണ്ടുപേരുടെയും ഉത്തരവാദിത്തങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതാണ്. പുരുഷൻ സ്ത്രീയെ വേദനിപ്പിക്കാതിരിക്കുക, സ്ത്രീ പുരുഷനെയും അപമാനിക്കാതിരിക്കുക. അല്ലാഹു തആല പറയുന്നത്, ഇതിലൂടെയാണ് നിങ്ങളുടെ കുടുംബജീവിതം സന്തുഷ്ടമായി ഉള്ളതായിത്തീരുകയുള്ളൂ. അതിലൂടെ നിങ്ങളുടെ തലമുറയെയും പരിരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല ഇതുവരെ പറയുന്നുവെന്നാൽ, നിങ്ങളെപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് വേർപിരിയേണ്ടി വന്നാലും, തലാക്ക് ചൊല്ലേണ്ടി വന്നാൽ പോലും ഒരാൾ മറ്റൊരാളുടെ രഹസ്യങ്ങളെ പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല, അതിനെ പുറത്ത് പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല, വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. കാരണം ഈ കാര്യങ്ങൾ അമാനത്തുകളാണ്. അമാനത്ത് എന്നത് ഈ സംസാരങ്ങളും അമാനത്തുകളാണ്. ആരാണോ ഈ അമാനത്തുകളെ സൂക്ഷിക്കാത്തത് അവർ ബദ്യാനത്ത് ചെയ്യുന്നവരായിരിക്കും, അമാനത്തിൽ കൈകടത്തുന്നവരായിത്തീരും. നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോൾ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും പരസ്പരം ഐക്യത്തിൽ കഴിയുകയും ചെയ്തു. നിങ്ങൾ വേർപെട്ട് കഴിയുമ്പോൾ പരസ്പരം നിങ്ങൾ ചെളിവാരി എറിയാൻ തുടങ്ങുന്നു. ഇത് ഭൗതികമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനം ഒരിക്കലും ദീനായിരിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പുരുഷന്മാരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. സ്ത്രീകളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. സ്ത്രീകളോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങളും പരസ്പരം വസ്ത്രങ്ങളാണ്, അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരാൾ മറ്റൊരാളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും നല്ലൊരു സമൂഹം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നതാണ്. നമ്മളിന്ന് ഭൗതികമായ വ്യവഹാരങ്ങളിൽ പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നു. നമ്മുടെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് മറന്നു പോകുന്നു. നല്ല വിദ്യരായ ആളുകളും ദീനിനെ സംബന്ധിച്ചുള്ള അറിവുള്ള ആളുകളായിരുന്നിട്ട് പോലും ഈ പല കുടുംബങ്ങളും തകരുന്നു. കാരണം എന്താണ്? അവിടെ ആണിനും ക്ഷമയില്ല, പെണ്ണിനും ക്ഷമയില്ല. ഭൗതികതയിലേക്ക് അധികമായി ശ്രദ്ധിക്കുകയും ദീനിലേക്കുള്ള ശ്രദ്ധ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ദീനിനെക്കുറിച്ച് ശ്രദ്ധയില്ലാതാവുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മറന്നു പോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുന്നു. കുടുംബങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അത് അവരിൽ വലിയ
കോട്ടമുണ്ടാക്കുമെന്ന് മാത്രമല്ല, അത് കാരണത്താൽ സമൂഹത്തിലും വലിയ കുഴപ്പങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് അല്ലാഹു തആല പുരുഷന്മാരോടും സ്ത്രീകളോടും നിങ്ങൾ ഒരാൾ മറ്റൊരാളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ശരിയായ നിലയിൽ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിറവേറ്റുക എന്ന് പറയുന്നു. നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഭാര്യമാരുടെ മേലുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ മേലുണ്ട്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെയും ശരിയാവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ വളരെ മനോഹരമായ സന്തുഷ്ടമായ ഒരു സമൂഹം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല നിക്കാഹിൻ്റെ ഖുത്ബയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും നിങ്ങളോട് താക്കീത് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, തഖ്വയിൽ നിങ്ങൾ ചലിക്കുക എന്ന്. നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പനകൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ ബന്ധുമിത്രാദികളെ പരിഗണിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് കുടുംബജീവിതത്തിൽ. ഭാര്യ പലപ്പോഴും ഭർത്താവിനോട് പറയാറുണ്ട്, നീ നിൻ്റെ ബന്ധുക്കളോടൊന്നും സഹകരിക്കാൻ പാടില്ല എന്ന്. അപ്പം സ്വാഭാവികമായും ഭാര്യ പിണങ്ങുന്നു. അതായത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരോടും ഞാൻ പിന്നെ ബന്ധം സ്ഥാപിക്കുകയില്ല, നിലനിർത്തുകയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അള്ളാഹു വിലക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിക്കാഹിൻ്റെ ഖുത്ബയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾ ബന്ധം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ നിങ്ങൾ പരിഗണിക്കുക. അതുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതം നയിക്കുക. സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും പരസ്പരമുള്ള കാര്യങ്ങൾ ശരിയായ നിലയിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ്. സത്യത്തിൽ നിലകൊണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വരും തലമുറയെ ശരിയായ നിലയിൽ തർബീയത്ത് നൽകാനും അവരിലൂടെ സമൂഹത്തിന് പ്രയോജനകാരികളായിക്കൊണ്ടുള്ള ആളുകളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം, ഒരാൾ പരാതി പറയുകയും മറ്റൊരാൾ സത്യം പറയാതിരിക്കുകയും ചെയ്യുക. അതായത് ഇവർ ഭർത്താവ് കള്ളം പറയുന്നവനാണ് എന്ന് ഭാര്യ പറയുന്നു, ഭാര്യ കള്ളം പറയുന്നവളാണെന്ന് ഭർത്താവ് പറയാൻ തുടങ്ങുന്നു. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതിലൂടെ വരാനുള്ള തലമുറയ്ക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും വീണ്ടും ഈ കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഹപര ജീവിതം നന്നാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ ശ്രമിക്കുക. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകും എന്നുള്ളത്. ദീനിന് പ്രാമുഖ്യം നൽകുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരായിരിക്കും. രണ്ടുപേരുടെയും പരിശ്രമം അതുതന്നെയായിരിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായിരുന്നാലും അവർ മനസ്സിലാക്കുക, നിങ്ങൾ പരസ്പരമുള്ള വ്യവഹാരങ്ങളിൽ മധ്യമ അനുവർത്തിക്കുക, അഹങ്കാരത്തെ ഉപേക്ഷിക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വരാനുള്ള തലമുറ സംരക്ഷിക്കപ്പെടുന്നതാണ്. അഥവാ സത്യവും ആത്മാർത്ഥതയും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ പരസ്പരമുള്ള ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളും കള്ളം പറയുന്ന ശീലമുണ്ടാക്കിയെടുക്കും. പിന്നീട് അവർ സമൂഹത്തിന് പ്രയോജനകാരികളാകുന്നതിന് പകരം സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നവരായിത്തീരും. അല്ലാഹു തആല പറയുന്നു, അഥവാ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഒരാൾ മറ്റൊരാളോട് വിശ്വാസ്യത പുലർത്തുകയാണെങ്കിൽ, ദീൻ നിങ്ങളുടെ ആദ്യത്തെ പ്രിഫറൻസ് ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആ പരിശ്രമങ്ങൾ കാരണത്താൽ അല്ലാഹു തആല നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നതാണ്. ഒപ്പം നിങ്ങളുടെ സന്താനങ്ങളുടെ കുറവുകളെയും പരിഹരിക്കുന്നതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ പാപങ്ങളെയും നിങ്ങളുടെ കുറവുകളെയും അവൻ കണ്ണടയ്ക്കുകയും നിങ്ങളുടെ വീടിനെ ഒരു സ്വർഗീയ ഭവനമാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വലിയ വിജയം എന്താണ്?
അത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. അവൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുക എന്നുള്ളതാണ്. ആളുകൾ പലപ്പോഴും കത്തെഴുതാറുണ്ട്, ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഞങ്ങൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നന്മയിൽ ഞങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഭാവിയിൽ ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്വന്തം അവകാശങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു തആല തീർച്ചയായും നിങ്ങളിൽ തൃപ്തനാകുന്നതാണ്. അത്തരം ആളുകളുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം അത് നേടിയെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നില്ല എങ്കിൽ ഹുഖൂഖുല്ലായും ഹുഖൂഖുൽ ഇബാദും ശരിയാവണ്ണം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് തഖ്വ ആവശ്യമാണ്. തഖ്വയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളം ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അതിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം, ലക്ഷ്യം ഭൗതികതയായിരിക്കരുത്. ദുനിയാവ് നേടിയെടുക്കണം എന്നുള്ളത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. മറിച്ച് നിങ്ങൾ ദീനിന് വേണ്ടി പ്രയത്നിക്കുക. അങ്ങനെയാണെങ്കിൽ ദീൻ ഒരു ഖാദിം എന്ന പോലെ നിങ്ങളെ അനുസരിക്കുന്നതാണ് എന്ന് ആ ചിന്ത നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ നോക്കുക, നിങ്ങൾക്ക് ഒരു സമാധാനവും ശാന്തിയും ഈ രാജ്യങ്ങളിലേക്ക് വന്നുകൊണ്ട്, ഈ പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളിൽ വന്നുകൊണ്ട് ആഗ്രഹങ്ങൾ ഒരുപാട് മനുഷ്യന് വർദ്ധിക്കുന്നു. ഭൗതികരായ ആളുകളെ കണ്ടുകൊണ്ട് ഭൗതികമായ ലക്ഷ്യങ്ങൾ നമുക്കധികമായിട്ടുണ്ടാകുന്നു. ആരുടെയെങ്കിലും നല്ല വീട് കണ്ടാൽ ആ വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, നല്ല കാറ് കണ്ടാൽ ആ കാറ് വേണമെന്ന അത്യാഗ്രഹം ഉണ്ടാകുന്നു. ഒരു സ്ത്രീയെ ആഭരണം ഇട്ട നിലയിൽ കണ്ടാൽ ആഭരണം വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, എന്നിട്ട് പരിശ്രമിക്കുക. ഞങ്ങൾ ഇക്കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ആഗ്രഹിക്കുക. റിവായത്തിൽ വരുന്ന ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ വെള്ളികളുടെ ആഭരണങ്ങൾ എന്തുകൊണ്ടുണ്ടാക്കുന്നില്ല? സ്വർണം കൊണ്ടുള്ള ആഭരണമുണ്ടാക്കുകയും അന്യ സ്ത്രീകളെയും പുരുഷന്മാരെയും അത് കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ, പ്രകടനത്തിന് വേണ്ടി കാണിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ശിക്ഷ ഉണ്ടാകുന്നതാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, അത് സ്വർണത്തിൻ്റെ ആഭരണങ്ങളെ സംബന്ധിച്ചാണെങ്കിലും സമ്പത്തിനെ കുറിച്ചുള്ളതാണെങ്കിലും അതൊക്കെ തന്നെ നമുക്കുണ്ടാകേണ്ടത് നമ്മളതിൽ അഹങ്കരിക്കാൻ വേണ്ടി ആകരുത്. സ്വർണം അണിയാൻ അനുവാദമുണ്ട്, അതിൻ്റെ ആഭരണങ്ങൾ അണിയാവുന്നതാണ്. ആ സമയത്ത് റസൂലുള്ള അന്നത്തെ സാഹചര്യം അനുസരിച്ച് വെള്ളിയുടെ ആഭരണങ്ങൾ അണിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സേവനത്തിനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആഭരണം ധരിക്കുന്നതിന് വിലക്കിയിട്ടില്ല. പക്ഷെ അതിൽ അഹങ്കരിക്കരുത്. എവിടെയാണോ അഹങ്കരിക്കുന്നത് നമ്മൾ ദീനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ദീനിൽ നിന്ന് ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജലസയിലെല്ലാം പങ്കെടുത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രഭാഷണം കേട്ടതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ കാര്യങ്ങളൊന്നും നമ്മിലൊരു സ്വാധീനമുണ്ടാക്കുന്നില്ല. നമ്മളിവിടെ നമ്മുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി വന്നവരാണെങ്കിൽ അള്ളാഹു അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ ഒരുപാട് പരിശ്രമിക്കുക. നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. സ്വയം പരിഷ്കരണത്തിനായി ശ്രമിക്കുക. നമ്മുടെ സന്താനങ്ങളിലും പരിഷ്കരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ദീനുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരത്തിൽ ഭയജഗതിയായിക്കൊണ്ട്, വേദനയുള്ളവളായിക്കൊണ്ട്, അതിൻ്റെ റൂഹുണ്ടാക്കിക്കൊണ്ട്, വിനയാന്വിതയായിക്കൊണ്ട് നമസ്കരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. തനിക്ക് വേണ്ടി, തൻ്റെ സ്വന്തം ഭർത്താവിന് വേണ്ടി, തൻ്റെ കുട്ടികൾക്ക് വേണ്ടി, അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നന്മയിൽ നിലനിർത്തുന്നവനാകണമേ. നീ ഞങ്ങളെ നീ വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് നന്മയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നീ വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരായി തീരുകയുള്ളൂ.
ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഞങ്ങളുടെ സന്താനങ്ങളെയും അതിൽ നിലനിർത്തണമെന്ന് ദുആ ചെയ്യുക. അങ്ങനെ ആരാധനയിൽ ശ്രദ്ധയുണ്ടാകുമ്പോൾ എല്ലാ ലഘുവിയാത്തുകളിൽ നിന്നും എല്ലാ അനാവശ്യമായ ചിന്തകളിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നതാണ്. നമസ്കാരം, ഇസ്തിഗ്ഫാർ, ദിക്ർ ഇലാഹി ഇതിൽ മുഴുകുമ്പോൾ മനുഷ്യൻ ഭൗതികമായിക്കൊണ്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ടി വിയിൽ വെറുതെ കുത്തിയിരുന്നു കൊണ്ട് മോശമായ ഡ്രാമകൾ കാണുക, ഇൻ്റർനെറ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വൃഥാവിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ബുദ്ധി അതിൽ ചീത്തയായി പോകുന്നു. അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തെയും ബാധിക്കുകയും ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് നമ്മൾ ചുവട് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭൗതികമായ അവസ്ഥ എത്രത്തോളം മോശമാണെന്നാൽ ഭൗതികരായ ആളുകൾ ദീനിനെ മറന്നിരിക്കുന്നു. ഭൗതികരായിക്കൊണ്ടുള്ള ചിന്താഗതികൾ അതിനെ ലക്ഷ്യമാക്കി തീർത്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഓരോ അഹമ്മദി സ്ത്രീയും പുരുഷനും തന്നെ പരിശ്രമിക്കേണ്ടത് ഈ ലഘുവിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ദീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്ത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ദീനിന് പ്രാധാന്യം നൽകുമെന്നാണ്. അള്ളാഹുവിൻ്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ അറ്റങ്ങളോളം നമ്മൾ എത്തിക്കുന്നവരാകണം. ലോകത്ത് ആ സന്ദേശം നമ്മൾ എത്തിക്കണമെങ്കിൽ ആദ്യം സ്വയം പരിഷ്കരണം ആവശ്യമാണ്. സ്വയം അള്ളാഹുമായി കൊണ്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അനാവശ്യമായ ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനായിക്കൊണ്ട് പരിശ്രമിക്കുക, പ്രതിജ്ഞ എടുക്കുക. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട്, ആ വിപ്ലവം എന്തിനാണ് ഉണ്ടാക്കേണ്ടത്? അത് എൻ്റെ ആഖിബത്ത്, എൻ്റെ പര്യവസാനം നന്നാക്കി തീർക്കാൻ മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിനെയും നന്മയിലേക്ക് ക്ഷണിക്കേണ്ടത് നമ്മളാണ്. ഇന്ന് ലോകം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാശത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നവർ അള്ളാഹുവിനോട് ബന്ധമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പിടുത്തം വരുമ്പോൾ എല്ലാവരും അതിൽ അരക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്തിരിക്കുന്നു, ഇത് അഗ്നിയാണ്. ആ അഗ്നിയിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരൊക്കെയും സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുക. അതിനായിക്കൊണ്ട് നമസ്കാരം നല്ല ഭംഗിയായ നിലയിൽ അനുഷ്ഠിക്കാൻ, നന്മകൾ പ്രവർത്തിക്കാൻ, ഉഖൂഖുൽ ഇബാദകൾ ചെയ്യാൻ, ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും കടമകൾ നിറവേറ്റേണ്ടത് ആവശ്യമുണ്ട്. സന്താനങ്ങളോടുള്ള കടമകൾ നിറവേറ്റേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ വീട് പരിശുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പുരോഗതി പ്രാപിക്കുന്നതാണ്. ആ ചിന്തയോടുകൂടി നിങ്ങൾ ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിൽ ആരാധനയിൽ ഒരു ഇഷ്ടമുണ്ടാകുന്നതാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നമസ്കാരത്തിൽ എങ്ങനെയാണ് ശ്രദ്ധ ഉണ്ടാക്കേണ്ടതെന്ന്. നിങ്ങളുടെ മനസ്സിൽ ഭൗതികമായ ആഗ്രഹങ്ങളാണെങ്കിൽ നമസ്കാരത്തിൽ എങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് നമസ്കാരത്തിൽ ദുആ ചെയ്യുക, അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഈ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ സഹോദരന്മാരെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരെയും ഞങ്ങൾ ദീനിനെ ഖാലിസാക്കിക്കൊണ്ട് ദീനിൽ മാത്രം ശ്രദ്ധിക്കുന്നവരായിക്കൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നവരായിക്കൊണ്ട് ഉള്ളവരായി തീരാൻ വേണ്ടി ദുആ ചെയ്യുക. ഞങ്ങളൊക്കെയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യത്തെ കാലങ്ങളിലൊക്കെ, മുൻപ് കാലത്തിലൊക്കെ പറയാറുണ്ട് പെണ്ണുങ്ങൾ ഒരുപാട് സംസാരിക്കുന്നവരാണെന്ന്. ഇപ്പോൾ പുരുഷന്മാരുടെയും അവസ്ഥ അത് തന്നെയാണ്. അനാവശ്യമായ മജ്‌ലിസുകളിൽ അവരിയ്ക്കുന്നു, സമയം വൃഥാവിലാക്കി കളയുന്നു, അനാവശ്യമായ ചീത്തക്കാര്യങ്ങളിൽ അവർ മുഴുകി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്ത്രീകളെ ഇസ്ലാഹ് ചെയ്യുന്നതിന് പകരം സ്വയം അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും പല പരാതികളും എനിക്ക് ലഭിക്കാറുണ്ട്, സ്ത്രീകളുടെ പരാതി ലഭിക്കാറുണ്ട്. പുരുഷന്മാർ ഞങ്ങളെയും മോശമായ സദസ്സുകളിലേക്ക് ക്ഷണിക്കുകയും ആ സദസ്സുകളിൽ ഞങ്ങളെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പുരുഷന്മാർ പറയുന്നത് സ്ത്രീകൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണമെന്നൊക്കെയാണ്. ഒരിക്കലും ഒരു തഖ്വയുള്ള സ്ത്രീ ആ രീതിയിലൊരു പുരുഷനെ അനുസരിക്കുന്നവരായിരിക്കുകയില്ല. ഇത് സ്ത്രീകൾക്കൊരു ചലഞ്ചാണ്. അപ്പോൾ അവർ ഈ പുരുഷന്മാരെ എങ്ങനെ നാക്കിയെടുക്കാം എന്നവർ ചിന്തിക്കുക. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കിക്കൊണ്ട് നല്ല ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട്
നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എങ്ങനെ എൻ്റെ ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും. ഭർത്താവ് മോശക്കാരനാണെങ്കിൽ ഭാര്യ അവർക്ക് തർബിയത്ത് നൽകുക. കാരണം അവരുടെ പെരുമാറ്റ രീതികളൊക്കെ കുട്ടികളിൽ മോശം പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് നമ്മുടെ തലമുറയെ നന്നാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താക്കന്മാരെയും മോശമായ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുക. അവർക്ക് നന്മയെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. അവർ ശരിയല്ല എങ്കിൽ പലപ്പോഴും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്നു. അല്ലാഹു തആല പുരുഷന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും പുരുഷന്മാരോട് നിരന്തരം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ പരിഷ്കരണത്തിന് നിങ്ങൾ കാരണമാകണമെന്നാണ്. പക്ഷേ ചിലപ്പോൾ അതിനെതിരായിക്കൊണ്ട് കാണാറുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ നേർവഴിയിൽ കൊണ്ടുവരുന്നവരുമാകാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുരുഷന്മാരിലും മോശമായ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പുരുഷന്മാരെയും ഭർത്താക്കന്മാരെയും അവരുടെ മക്കളെയും അവർക്ക് നല്ല തർബിയത്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പരാജയമായിരിക്കും സംഭവിക്കാൻ പോവുക. സ്ത്രീകളോടുള്ള മറ്റൊരു കൽപ്പന സക്കാത്ത് നൽകാനാണ്. പൊതുവിൽ പുരുഷന്മാർക്കുള്ള ഈ കൽപ്പന പോലെ തന്നെ സ്ത്രീകളോടും കൽപ്പനയുണ്ട്. സ്ത്രീകളോടുള്ള കൽപ്പന എന്തുകൊണ്ടെന്നാൽ സ്ത്രീകളുടെ കയ്യിൽ ആഭരണം ഉണ്ടാകാറുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളിയുടെ ആഭരണം അണിയാത്തത്? അഥവാ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുകയാണെങ്കിൽ അതിന് സക്കാത്ത് നിങ്ങൾ നൽകേണ്ടി വരും. അതിൻ്റെ കടമ നിങ്ങൾ നിർവഹിക്കേണ്ടി വരും. അതിൻ്റെ നിസാബ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള കണക്കനുസരിച്ച് സക്കാത്ത് നൽകുക നിർബന്ധമാണ്. സ്വയം നിങ്ങൾ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് പരിശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദി സ്ത്രീകൾ സാമ്പത്തിക ത്യാഗത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ്. ജർമ്മനിയിൽ പള്ളികളുടെ നിർമ്മാണത്തിന് സ്ത്രീകൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവരുടെ ആഭരണങ്ങളൊക്കെ ഊരി നൽകിക്കൊണ്ട് അവരുടെ വസ്തുക്കളൊക്കെ നൽകിക്കൊണ്ടൊക്കെ സാമ്പത്തിക ത്യാഗത്തിൽ അവർ നിലവാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു ആത്മാവ് ഒരുപാട് സ്ത്രീകളിലുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചിന്തയുള്ളത് ഭൗതികതയിൽ പല സ്ത്രീകളും പലപ്പോഴും അതിൽ വർദ്ധിച്ചു കൊണ്ടേ പോകുന്നു. അങ്ങനെ അതിൽ വർദ്ധിച്ചു കൊണ്ടേ പോവുകയാണെങ്കിൽ ദീനിൻ്റെ ആത്മാവ് അവരിൽ ഇല്ലാതായി തീരുന്നതാണ്. പ്രകടനാത്മകതയും ഭൗതികതയും അവരിൽ വർദ്ധിച്ചു കൊണ്ടുപോകുന്നതാണ്. പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തരം സ്ത്രീകൾ വലിയ പാപങ്ങളിൽ അവർ പെട്ടുപോകുന്നതാണ്. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കുക. എപ്പോഴും ദീനിന് നിങ്ങൾ പ്രാധാന്യം നൽകുക. എപ്പോഴും പരിശ്രമിക്കുക. അതിനായിക്കൊണ്ട് ത്യാഗങ്ങൾ ചെയ്യുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജലസയിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ ജലസയിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ ആ ജലസയുടെ ലക്ഷ്യത്തെ മനസ്സിലാക്കുക. ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, ഹദ്റത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്നു, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു കബീലുള്ളൊരു സ്ത്രീ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ അഹങ്കാരത്തോടെ ആ പ്രകടനാത്മകതയൊക്കെ വലിയ പ്രകടനത്തോടു കൂടി അവർ പള്ളിയിലേക്ക് പ്രവേശിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ സ്ത്രീകളെ അലങ്കരിക്കാനും അണിയാനും അതേപോലെ പള്ളിയിൽ ഇങ്ങനെ കുലുങ്ങി നടക്കുന്നതിൽ നിന്നും തടുത്തു നിർത്തുക. ആ സമയത്ത് പുരുഷന്മാരെയാണ് നബി തിരുമേനി ഉപദേശിച്ചത്. എന്നൊരു സ്ത്രീകളോടും പറഞ്ഞു, ബനി ഇസ്രായേലിക്ക് മേൽ ലാനത്തുണ്ടാകാൻ കാരണം അവരുടെ സ്ത്രീകൾ വലിയ ശൃംഗാരത്തിലും അണിഞ്ഞൊരുങ്ങി പിന്നെ ആരാധനാലയങ്ങളിൽ വരാൻ തുടങ്ങിയത് ഒരു കാരണമാണ് എന്ന്. അപ്പോൾ ഈ ജലസയും ഈ ഇദ്ലാസും ഈ ഫംഗ്ഷനും ജമാഅത്തിൻ്റേതായ മറ്റ് പരിപാടികളുമൊക്കെ ഇതൊക്കെ ദീനീ മജ്‌ലിസുകളാണ്, ദീൻ പഠിക്കാനുള്ള വേദികളാണ്. അതുകൊണ്ട് ഇവിടെ ഒരു രീതിയിലുമുള്ള പ്രകടനത്തിനായിക്കൊണ്ട് നിങ്ങൾ വരരുത്. പലപ്പോഴും പല സ്ത്രീകൾ ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി വരാറുണ്ട്. വളരെ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരാറുണ്ട്. നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ വേണം, അത് ശരി തന്നെയാണ്. എന്നാൽ എൻ്റെ വസ്ത്രം, എൻ്റെ ആഭരണവുമൊക്കെ അത് ആളുകളെ കാണിക്കുക എന്ന ലക്ഷ്യമല്ല നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ആകരുത്. ആ നിയ്യത്തുണ്ടെങ്കിൽ പിന്നെ
നിങ്ങൾ ആ ലക്ഷ്യത്തെ നേടുന്നവരാവുകയില്ല. ഏത് ലക്ഷ്യമാണോ ജലസയിൽ വന്നുകൊണ്ട് നേടാനുള്ളത്. കാരണം ഈ സ്ഥലങ്ങളൊക്കെയും തന്നെ ദീനീപരമായ അറിവ് നേടുന്നതിനുള്ള സ്ഥലങ്ങളാണ്. പള്ളികളാകട്ടെ ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളും. അതുകൊണ്ട് അവിടങ്ങളിൽ വെറുതെ പ്രകടനത്തിന് വേണ്ടി വരരുത്. അവിടെ നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ വസ്ത്രവും ആഭരണവുമൊക്കെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ജലസയിലും പള്ളികളിലുമൊക്കെ ഇത് ഫാഷൻ ഹാളൊന്നുമല്ല. അവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ജൽസാഗാഹിലാണ് വരുന്നതെങ്കിൽ, അത് ദീൻ പഠിക്കാനും അതിനെ പ്രാധാന്യം നൽകുന്നതിനും വേണ്ടിയിട്ടായിരിക്കണം. ഇനി അതേപോലെ പള്ളിയിൽ വരുന്നത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തീരുകയുള്ളൂ. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തീരുമ്പോൾ അവൻ തൻ്റെ ഫദലുകളും ചെയ്യുന്നതാണ്. ആ കാര്യത്തെയും പ്രത്യേകമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓരോ സ്ത്രീയും അത് മനസ്സിലാക്കുക. നിങ്ങൾ ദീനിന് മുഖ്യത്വം നൽകുന്നവരായി തീരേണ്ടതാണ്. അതിനായിക്കൊണ്ട് എപ്പോഴും പരിശ്രമിക്കുന്നവരായി തീരണം. അള്ളാഹു തആല നമുക്ക് ചില അവകാശങ്ങളും കടമകളും നൽകിയിട്ടുണ്ട്. പുരുഷന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളോട് നന്മയോടുകൂടി നല്ല നിലയിൽ പെരുമാറുക, നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കൽപ്പനകൾ പുരുഷന്മാർക്കുണ്ട്. അതിന് ശുക്രാന എന്ന നിലയിൽ നമ്മൾ നമ്മുടെ സന്താനങ്ങളുടെ നന്മയുടെ നിലവാരം ഉയർത്തണം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ ശ്രമിക്കണം. ദീനിന് ദുനിയാവിനേക്കാൾ മുഖ്യത്വം നൽകാൻ ശ്രമിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് ഉപദേശിച്ചുകൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് പറയുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസനായ മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവചനമനുസരിച്ച് വന്നിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത് ആഖിരീങ്ങൾക്കും അവ്വലീങ്ങളെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികരായ കേവലം പ്രകടനം മാത്രം നടത്തിയിരുന്ന ഭൗതികരായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തനമുണ്ടാക്കുകയും അവരിൽ വളരെ ആത്മാർത്ഥരായ സ്ത്രീകളുണ്ടാവുകയും രാത്രി മുഴുവനും തഹജ്ജുദ് നമസ്കരിക്കുന്ന സ്ത്രീകളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. സാമ്പത്തിക ത്യാഗം ചെയ്യുന്ന സ്ത്രീകൾ അവരിലുണ്ടായി. ദീനിന് വേണ്ടി ജിഹാദ് ചെയ്യുന്ന സ്ത്രീകൾ അവരിലുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അതേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ജമാഅത്തിലും ഇതുപോലുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാമുഖ്യം നൽകുന്നവർ, ആരാധനകളുടെ ഉന്നതമായ നിലവാരം പ്രകടിപ്പിക്കുന്നവർ, സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവർ, സന്താനങ്ങൾക്ക് നല്ല ശിക്ഷണം നൽകുന്നവർ, വീടിനെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നവർ, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നവരായിക്കൊണ്ട് ഈ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ പുരോഗതി പ്രാപിച്ച സമൂഹം എന്ന് നമ്മൾ കാണുന്ന ഈ യൂറോപ്പിൻ്റെ സമൂഹത്തിലുള്ളവർ കാണണം. ഉന്നതമായ ധാർമ്മിക ഗുണം അത് അഹമ്മദി സ്ത്രീകളിലാണുള്ളത് എന്നവർ മനസ്സിലാക്കണം. അവർക്ക് സാമ്പത്തിക ത്യാഗം ചെയ്യാൻ സാധിക്കും. ദീനിനെ അവർ പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാ ത്യാഗങ്ങൾക്കും അവർ സന്നദ്ധരാണെങ്കിൽ, അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളതാണെങ്കിൽ, തീർച്ചയായും ദുനിയാവിൽ സമാധാനവും ശാന്തിയും അത് മുഖേന ഉണ്ടാകുന്നതാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അസമാധാനത്തിന് കാരണം, അശാന്തിക്ക് കാരണം ആളുകൾക്ക് തർബിയത്തില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് തർബിയത്ത് കൊടുക്കാൻ പറ്റിയ ഉമ്മമാരില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഉമ്മമാരില്ല. അതുകൊണ്ട് നിങ്ങളിലുള്ള മാതാക്കന്മാർ നിങ്ങളുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുനിയാവിലും സ്വീകരിക്കപ്പെടുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സംവിധത്തിലും നിങ്ങൾ സ്വീകരിക്കപ്പെടുന്നവരാണ്. അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജമാഅത്തിന് രൂപം നൽകിയത് അവ്വലീങ്ങളെ ആഖിരീങ്ങളുമായി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനായിക്കൊണ്ട് നമുക്ക് നന്മയിൽ മുന്നേറേണ്ടതുണ്ട്. അതിനായിക്കൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനായി ഓരോ അഹമ്മദി സ്ത്രീയും അവരുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിറവേറ്റാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഒരുപാട് നീട്ടിവലിച്ച കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ തഖ്വയിൽ മുന്നേറേണ്ടവരാണ്.
അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മിൽ ഔദാര്യം ചെയ്യുന്നതാണ്. അള്ളാഹു താല സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഉന്നതമായ സ്ഥാനം, ആ സ്ഥാനത്തിനു വേണ്ടി നന്മയിൽ പുരുഷന്മാരെ പോലെ തന്നെ നിങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹു താല ഏതുപോലെ പുരുഷന്മാർക്ക് വികാരമുണ്ടോ അതേപോലെ സ്ത്രീകൾക്കും ആഗ്രഹങ്ങളും വികാരങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെയും തന്നെ ഓർക്കുകയും ആ കടമകൾ നിറവേറ്റുകയും ചെയ്യുക എന്ന്. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് എന്തൊക്കെ പ്രതിഫലങ്ങൾ ലഭിക്കുമോ അതൊക്കെയും തന്നെ സ്ത്രീകൾക്ക് ലഭിക്കും. പല കാര്യങ്ങളും നമ്മുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പർദ്ദയെ സംബന്ധിച്ചുള്ള കാര്യം. ഒരു സ്ത്രീ എനിക്ക് എഴുതുകയുണ്ടായി, ഒരു ക്രിസ്ത്യൻ സ്ത്രീ അവരോട് പറഞ്ഞു, ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ദീനിൽ ചേരാൻ കഴിയും? നിങ്ങളുടെ സ്ത്രീകൾ സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവരെ എപ്പോഴും പർദ്ദയിലാണ് വച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു പർദ്ദയുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണെന്നൊക്കെ അവർക്ക് വിവരിച്ചു കൊടുത്തു. എന്തായാലും നമ്മുടെ ജോലി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളതിനെ നിർലജ്ജയായി മനസ്സിലാക്കുന്നു. അതിലൂടെ കൂടുതൽ പാപങ്ങളുണ്ടാകുന്നു. അത് വളരെ വ്യക്തമായി ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ UK ജലസയിലും ഈ കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ലജ്ജയുടെ നിലവാരത്തെ നിലനിർത്തിക്കൊണ്ട്, അതായത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പർദ്ദ എന്നുള്ളത് ഒരു തളച്ചിടുന്ന ഒരു സ്ഥലമല്ല, മറിച്ച് അതൊരു തടസ്സം, നിങ്ങളെ വീഴ്ചയിൽ നിന്ന് തടയുന്നതിനുള്ളൊരു മാർഗ്ഗമാണ്, തെറ്റ് സംഭവിക്കാതിരിക്കാനുള്ള മാർഗ്ഗമാണ്. അന്യപുരുഷനും സ്ത്രീകളും അവർ തുറന്ന രീതിയിൽ പരസ്പരം കാണുകയും പരസ്പരം ഇടപഴകുകയും ചെയ്യുമ്പോൾ അവരിലും പല വികാരങ്ങളും ഉണ്ടാകുന്നു. അതിലൂടെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനായിക്കൊണ്ട് പരിശുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ചിന്തകളും നന്മയിലുള്ളതായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമുള്ളതായിരിക്കണം. അങ്ങനെ ഈ വീഴ്ചകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. അല്ലാഹു തആല ധാരാളം ഉപദേശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ അവയവങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറ്റുക, പ്രതിജ്ഞകൾ നിറവേറ്റുക. അതൊക്കെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ ഒരു പരിശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാകുന്നതിന്, സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും തഖ്വയിൽ ചലിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെയും സാധ്യമാകുന്നതാണ്. അല്ലാഹു തആല നമുക്ക് സമാധാനത്തിൽ അധിഷ്ഠിതമായ തഖ്വയിൽ ചലിക്കുന്ന ഒരു പരിശുദ്ധ സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലുണ്ടാകുമാറാകട്ടെ. നമ്മൾ എങ്ങനെയെങ്കിലും പരിശ്രമത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതായത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരിക്കുന്നു, ആരാണോ അള്ളാഹുവിനെ ഭയക്കുന്നത്, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവന് തീർച്ചയായും അള്ളാഹു തആല അവനറിയാത്ത മാർഗങ്ങളിലൂടെ റിസ്കുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് മസീഹ് മുസ്ലിം പറയുന്നു, അല്ലാഹു തആല റിസ്ക് എത്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെയാണ്. റിസ്ക്കിനെ പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം ധാരാളം ആളുകൾ ഹറാമായ ധനം സമ്പാദിക്കുന്നു, തെറ്റായ രീതിയിൽ ധനം സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരക്കാർക്ക് അല്ലാഹു തആല റിസ്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ചില ആളുകൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഭൗതികമായ രീതികൾ അവലംബിച്ചില്ല എങ്കിൽ നമുക്ക് റിസ്ക് ലഭിക്കില്ല എന്നാണ്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ റിസ്ക്കാണ് യഥാർത്ഥ റിസ്ക് എന്നവർ മനസ്സിലാക്കുന്നു. എന്ന് അള്ളാഹു പറയുന്നു അതങ്ങനെയല്ല. അഥവാ നിങ്ങളുടെ ഉള്ളിൽ എളിമയുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ അള്ളാഹു തീർച്ചയായും അനന്തമായ റിസ്ക്കുകൾ തരുന്നതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, അള്ളാഹു തആല അരുളി ചെയ്യുന്നു, വഹുവ യതവല്ല സ്വാലിഹീൻ. ഏതുപോലെ കുട്ടിയുടെ സംരക്ഷകൻ ഉമ്മയാകുന്നുവോ ഞാൻ സാലിഹീങ്ങളുടെ സംരക്ഷകനാകുന്നു എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ തഖ്വയിൽ ചലിക്കുകയാണെങ്കിൽ, നമ്മൾ ഭൗതികമായ അത്യാഗ്രഹം നമുക്കില്ല എങ്കിൽ നമുക്ക് റിസ്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക് റിസ്ക്കും നൽകുന്നതാണ്, നമ്മളെ സംരക്ഷിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ദുആ ചെയ്യുക, അള്ളാഹുവേ ഞാൻ
ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നതിൻ്റെ കടമകൾ നിറവേറ്റുന്നവരായി തീരണം. അങ്ങനെ ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ധാരാളമായി അനുഗ്രഹിക്കുന്നതാണ്. അവൻ നിങ്ങളുടെ റിസ്ഖും വർദ്ധിപ്പിച്ചു തരുന്നതാണ്, നിങ്ങളുടെ സന്താനങ്ങളിലും ബർക്കത്ത് ചൊരിയുന്നതാണ്, നിങ്ങളുടെ വീടുകളിലും അനുഗ്രഹം ചൊരിയുന്നതാണ്, ഒരു മനോഹരമായ തൃപ്തികരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല നിങ്ങൾ ഈ മനോഹരമായ സമൂഹം നിർമ്മിച്ചെടുക്കുന്നവരാകട്ടെ. നിങ്ങളുടെ വീടുകൾ ശാന്തിയുടെ ഭവനമായി തീരട്ടെ. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി മെച്ചമുള്ളതായി തീരട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാനായിക്കൊണ്ട് പരമാവധി നിങ്ങൾ പരിശ്രമിക്കുന്നവരായി തീരുകയും ഈ ജലസയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണോ അതിനെ പൂർത്തീകരിക്കുന്നവരുമായിക്കൊണ്ട്, അതായത് ദീനിന് പ്രാധാന്യം നൽകുന്നവരായിക്കൊണ്ട് അള്ളാഹുവിനെ തൃപ്തി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഇത് മാത്രമാണ് കാതൽ എന്നുള്ളത്. ഇത് തന്നെയാണ് ഒരു അഹമ്മദിയുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരിക്കുന്നത്. ഇതേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഒത്തുകൂടിയിരിക്കുന്ന ലക്ഷ്യം അതല്ല എങ്കിൽ പിന്നെ ഇവിടെ ജലസയിൽ വന്നതെല്ലാം വൃഥാവിലാണ്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മൾ അവൻ്റെ തൃപ്തി നേടുന്നവരും ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നവരുമായി തീരട്ടെ. ആമീൻ. ഇനി നമുക്ക് ദുആ ചെയ്യാം. ദുആ.